ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഡേറ്റ് ജൂൺ 10, സമയം ഏകദേശം 9:22 ആയിട്ടുണ്ട്. ഇന്ന് ഇൻട്രാഡേക്ക് വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് പേടിഎം ആണ്. പേടിഎമ്മിൽ ബൈ എൻട്രി ആണ് പ്ലാൻ ചെയ്യുന്നത്. സോ ഞാൻ എൻ്റെ ഓർഡർ ഇവിടെ കൊടുക്കുവാണ്. യെസ്, ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ഇൻട്രാഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെയിം സെറ്റപ്പിൽ തന്നെയാണ് ഇന്നും ട്രേഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നി ഈ ഒരു സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഓപ്പണിംഗ് ചെയ്തൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ട്രേഡ് കൺസിഡർ ചെയ്യുന്നത്. സോ പ്രീവിയസ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഹയർ ലോ സ്ട്രക്ചർ വീണ്ടും ഹയർ ലോ, ദാറ്റ് മീൻസ് ഒരു ക്ലിയർ അപ്പ് ട്രെൻഡ് തന്നിരിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു പേടിഎം, റൈറ്റ്. ആൻഡ് ഇന്ന് സ്ലൈറ്റ്ലി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഏകദേശം ഈ ഒരു ലെവലിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പം ഒരു പുൾ ബാക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോർമലി ബയേഴ്സ് വരാം, അല്ലെ, ഒരു ഹയർ ലോ ഫോർമേഷൻ തന്നെയാണ് അവിടെയും വന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് മാർക്കറ്റിനെ ഈ ഒരു സ്റ്റോക്കിനെ മുകളിലോട്ട് കൊണ്ടുപോകാം. അതാണ് എൻ്റെ വ്യൂ, റൈറ്റ്. സോ സ്റ്റോപ്പ് ലോസ് നമ്മൾ ഏകദേശം ഈ ഒരു ലെവലിൻ്റെ താഴെ വെക്കുന്നു. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 7 പോയിൻറ്റിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ട്, റൈറ്റ്. സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം. വെറുതെ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ, അവിടെ ഓർഡർ ഇട്ട് കൊടുക്കണം. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം ഈ ഒരു ലെവൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6-7 പോയിൻറ്റ്, അപ്രോക്സിമേറ്റ്ലി ഒരു 7 പോയിൻറ്റിൻ്റെ അടുത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ആൻഡ് ദെൻ ടാർഗറ്റ് നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഒരു 1:2 നമ്മൾ അവിടെ കീപ്പ് ചെയ്യും, റൈറ്റ്. അപ്പോൾ എന്തായാലും ഓർഡർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് കൊടുത്തു, ടാർഗറ്റും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. സോ വെയിറ്റിംഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രേഡ് എടുത്തിട്ട് കുറച്ച് സമയമായി. എൻട്രി എടുത്തതിന് ശേഷം നല്ലൊരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ടാർഗറ്റിൻ്റെ അടുത്ത് എത്തിയിട്ട് ചെറിയൊരു പുൾ ബാക്ക് റിട്രേസ്മെൻറ്റ് ഈ ഒരു പേടിഎം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക്. ഈ ഒരു മൂവ്മെൻറ്റ് കണ്ട് പേടിച്ചിട്ട് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യും, പാനിക്കാവും. പുൾ ബാക്ക് കണ്ട് പാനിക്കാവും. അപ്പോൾ പുൾ ബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിട്രേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് മാർക്കറ്റിന്. അതെന്തായാലും ഉണ്ടാകും. ഏത് സ്റ്റോക്ക് എടുത്താലും ഏത് ഇൻഡെക്സ് എടുത്താലും നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. റിട്രേസ്മെൻറ്റ് ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എൻട്രി എടുത്താലും നമുക്കത് റിട്രേസ്മെൻറ്റ് വരും. ആ റിട്രേസ്മെൻറ്റിൽ ഒരിക്കലും പേടിക്കരുത്, ഒന്നാമത്തെ കാര്യം, റൈറ്റ്. അപ്പോൾ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുക. ഈവൻ ഈ ഒരു ട്രേഡ് തിരിച്ച് വന്ന് നഷ്ടത്തിൽ പോയാൽ പോലും നമ്മളെ യാതൊരു രീതിയിലും അത് ബാധിക്കില്ല. ലോങ് ടേമിൽ ഒരിക്കലും അത് ബാധിക്കില്ല. ഈ ഒരു സിംഗിൾ ട്രേഡ് ചിലപ്പം ബാധിക്കും, പക്ഷേ ലോങ് ടേമിൽ നിങ്ങൾ യാതൊരു രീതിയിലും അത് ബാധിക്കില്ല. ഈ ട്രേഡിൻ്റെ റിസൾട്ട് പോലും നിങ്ങളെ ബാധിക്കില്ല. നിങ്ങൾ പ്രോസസ്സ് ഫോളോ ചെയ്താൽ മാത്രം മതി. റിപ്പീറ്റ്ലി ഫോക്കസ് ചെയ്യുക, പ്രോസസ്സ് ഫോളോ ചെയ്യാൻ വേണ്ടി മാത്രം, റൈറ്റ്. അപ്പം ഈ ഒരു മിസ്റ്റേക്ക് ചെയ്യാതിരിക്കുക. ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ്. അതിൻ്റെ ഇടയിൽ നമ്മൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പർട്ടിക്കുലർ കാരണം ഉണ്ടായിരിക്കും, ഒരു സ്ട്രോങ് റീസൺ ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരു ക്ലീൻ സെല്ലിങ് ഓവറോൾ മാർക്കറ്റിൽ തന്നിട്ടുണ്ട്, ന്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഉണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെയുള്ള റീസൺസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. അല്ലാതെ പുൾ ബാക്ക് വരുന്നു, മാർക്കറ്റിൽ പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നു എന്ന റീസണിൽ ഒരിക്കലും എക്സിറ്റ് ചെയ്യരുത്, റൈറ്റ്. എപ്പോഴും ആ ഒരു പ്രോസസ്സ് മാത്രം ഫോളോ ചെയ്യും. ഓക്കെ, സോ ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുവാണ്, അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗേസ്, അപ്പോൾ അങ്ങനെ പേടിഎം ഒരു വണ്ടർഫുൾ അപ്സൈഡ് ബ്രേക്ക്ഔട്ട് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. നിയർലി 10-11,000 അടുത്ത് പ്രോഫിറ്റ് റണ്ണിങ്ങിലാണ്. ഒരു 1:10 റിസ്ക് റിവാർഡ് ഏകദേശം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് വന്ന സമയത്ത് ഞാൻ നല്ലൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ജസ്റ്റ് വെയിറ്റ് ചെയ്തിരുന്നു. നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി 4% അടുത്ത്. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. സോ ഡൺ. അപ്പോൾ ഈ ഒരു റിവാർഡ് എനിക്ക് മാർക്കറ്റ് തന്നതാണ്. ഞാൻ ഡിസിപ്ലിനോടെ എൻ്റെ പ്രോസസ്സ് ഫോളോ ചെയ്തു മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്തു, എൻ്റെ റൂൾസ് ഫോളോ ചെയ്തു, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ മാർക്കറ്റ് എനിക്ക് റിവാർഡ് തന്നു. ഇതുപോലെ തന്നെയാണ് മാർക്കറ്റ്, നമ്മൾ ഡിസിപ്ലിനോടെ ഇരിക്കുന്നതനുസരിച്ചിട്ട് മാർക്കറ്റ് അവിടെ നമുക്ക് റിവാർഡ് തരും. എൻട്രി എടുത്തത് ഏകദേശം ഈ ഒരു അപ് ട്രെൻഡ് മൂവ്മെൻറ്റ് കണ്ട് ഇവിടെ നിന്നാണ്. തന്നെ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി ഡിസിപ്ലിനോട് വെയിറ്റ് ചെയ്തിരുന്നു. ഈവൻ പുൾ ബാക്ക് കുറച്ചുകൂടി താഴോട്ട് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. പിന്നീട് വലിയൊരു മൂവ്മെൻറ്റ് എനിക്ക് റിവാർഡ് തന്നു. സോ ഞാൻ വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി വേറെ ട്രേഡുകളില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഞാനതിൻ്റെ റിപ്ലൈ ഒരു വീഡിയോ ആയിട്ട് തന്നെ വരുന്ന വീക്കെൻഡിലൊക്കെ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.